കോഴിക്കോടേക്ക് പോകാം. പുതിയങ്ങാടി ഗവൺമെൻറ് LP സ്കൂളിൽ നിന്ന് ദിസ്ന സുരേഷ് ചേരുന്നുണ്ട്. ദിസ്ന, വളരെ കൗതുകമേറിയ നിഷ്കളങ്കമായ ഒട്ടേറെ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കിരീടമൊക്കെ ചൂടി കുട്ടികൾ അങ്ങനെ രാജാക്കന്മാരും രാജ്ഞികളുമൊക്കെയായി അക്ഷരലോകത്തേക്ക് എത്തുകയാണ്. അവർ വളരെ സന്തോഷത്തിലാണ് നമ്മൾ കാണുന്ന ഫേസുകളെല്ലാം, മുഖങ്ങളെല്ലാം തന്നെ. ദിസ്നയ്ക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്? തീർച്ചയായും വീണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത്. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പാണ് ഇവിടെ ഔദ്യോഗികമായി ഉദ്ഘാടനം നിർവഹിക്കുന്ന. മേയർ ഉണ്ട്. മേയറെ, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പണ്ടത്തെ ഓർമ്മകളിലേക്ക് പോവുകയാണ്. എങ്ങനെ നോക്കി കാണുന്നു? ഞാനും എൻ്റെ 1ാം ക്ലാസ് ആലോചിച്ചു, അതുപോലെ ഞാൻ ടീച്ചറായിരുന്ന കാലം ആലോചിച്ചു. എനിക്ക് പക്ഷേ 1ാം ക്ലാസ്സിലെ കുട്ടികളെ പഠിപ്പിക്കാൻ ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഞാൻ ഇടയ്ക്ക് പോയി ഇരിക്കും, അത് വേറെ കാര്യം. UKG പോയി പഠിപ്പിക്കും ആരും പറയാതെ. പക്ഷെ ഞാൻ അവിടെ സ്ഥിരമായിട്ട് ടീച്ചറാവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല എന്നാണ് ഞാൻ പറയാ. എനിക്ക് സന്തോഷമായി ഇത് കാണുമ്പോൾ. നിഷ്കളങ്കമായൊരു കാലഘട്ടമാണ് കടന്നു. മാത്രമല്ല, ഈ സ്കൂളിൽ ഈ വർഷം ആകെ 40 പുതിയ കുട്ടികൾ ജോയിൻ ചെയ്തു. അത് വലിയൊരു കാര്യമല്ലേ. 2ലും 3ലും ഒക്കെ കുട്ടികൾ ചേർന്നിട്ടുണ്ട്. 18 കുട്ടികൾ LKGയിൽ ചേർന്നിട്ടുണ്ട്. അങ്ങനെ 40 കുട്ടികൾ പുതുതായിട്ട് ഈ സ്കൂളിലേക്ക് വന്നു. എന്തായാലും വീണ, വലിയ സന്തോഷത്തിലാണ് കുട്ടികളൊക്കെ തന്നെയും. എന്തായാലും ഔദ്യോഗികമായ ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ്. വിദ്യാർത്ഥികളെ ഒക്കെ തന്നെയും ഈ അക്ഷരങ്ങൾ അണിഞ്ഞുള്ള തൊപ്പികൾ ധരിപ്പിച്ചിട്ടാണ് അകത്തേക്ക് കടത്തിയിട്ടുള്ളത്. നമുക്ക് കാണാം, എല്ലാ അക്ഷരങ്ങളും ഉണ്ട്. ഇംഗ്ലീഷും മലയാള അക്ഷരങ്ങളും ഒക്കെ തന്നെയും ആ തൊപ്പിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അക്ഷരങ്ങളുടെ ഒരു ലോകത്തേക്കാണ് വിദ്യാർത്ഥികൾ ഇന്ന് ചുവട് വയ്ക്കുന്നത്. ചില വിദ്യാർത്ഥികളൊക്കെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ ആ ഒരു പ്രശ്നമൊക്കെ തന്നെയും മുഖത്ത് കാണാനുണ്ട്. അമ്മയുടെ കൈയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളൊക്കെ തന്നെ നിൽക്കുന്നത്. ചെറിയ വാശിയും ദേഷ്യവും ഒക്കെ സങ്കടവും കുട്ടികൾക്കുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള വരവേൽപ്പ് തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മഞ്ഞ ഫ്രോക്കൊക്കെ ഇട്ട ഒരു സുന്ദരി കുട്ടി ഇതിലെ ഇങ്ങനെ നടന്നു വരുന്ന കാഴ്ചകളൊക്കെ തന്നെയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെ, നേരത്തെ മേയർ പറഞ്ഞതുപോലെ തന്നെ, നിഷ്കളങ്കമായ ഒരു ബാല്യം. ആ ബാല്യകാലത്ത് അറിവുകൾ നേടുന്നു. പിന്നീട് വലിയ രീതിയിൽ നമ്മളെ, അതായത് രാജ്യത്തിന്റെ തന്നെ ഒരു ഭാഗമായി മാറുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള സന്തോഷത്തിന്റെ കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ജൂനിയർ വിദ്യാർത്ഥികളെ വരവേൽക്കാൻ വേണ്ടി സീനിയർ വിദ്യാർത്ഥികൾ പ്ലക്കാർഡുകളൊക്കെ തന്നെയും വരവേൽക്കുന്നുണ്ട്. അതിൽ പ്രധാനമായും എഴുതിയിട്ടുള്ളത് ലഹരിക്കെതിരെയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് പ്രധാനമായും ഒരുക്കിയിരിക്കുന്നത്. അതായത് ലഹരിക്കെതിരെ പോരാടുക നാം ലഹരിക്കെതിരെ തുടങ്ങിയ സന്ദേശങ്ങൾ തന്നെയാണ് ഇവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. നിരവധി വിദ്യാർത്ഥികൾ നമുക്ക് കാണാം പ്ലക്കാർഡുകളിലൊക്കെ തന്നെയും പരിസ്ഥിതിയെ സംരക്ഷിക്കുക തുടങ്ങിയ സന്ദേശങ്ങളൊക്കെ തന്നെയുമാണ് ഈ വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിലുള്ള ആഘോഷ പരിപാടികൾക്ക് തന്നെയാണ് ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ളത്. വീണെമ്പാടും പ്രധാനപ്പെട്ട ഇടങ്ങളിലെല്ലാം പ്രവേശനോത്സവങ്ങൾ നടക്കുകയാണ്. കുട്ടികൾ വലിയ ഉത്സാഹത്തോടു കൂടി തന്നെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ എത്ര ഉത്സാഹം ഉണ്ടായിട്ടും എത്ര ആഘോഷങ്ങൾ ഒരുക്കിയിട്ടും മുഖം തെളിയാത്ത ചിലരെയും കണ്ടു. പക്ഷെ വരും ദിവസങ്ങളിൽ അതെല്ലാം മാറും എന്ന് കരുതാം. ഏതായാലും അറിവും തിരിച്ചറിവും ഒക്കെ നേടി നമ്മുടെ മക്കൾ വളരട്ടെ.